ഞാനിന്ന് ലണ്ടൻ ട്യൂബിനെ പറ്റി പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ട്യൂബിനെ പറ്റി മാത്രമല്ല 3 സ്റ്റേഷനെ പറ്റി പറയാനും കൂടെയാണ്. ഹാമർസ്മിത്ത് സ്റ്റേഷൻ, ചാറിംഗ് ക്രോസ് സ്റ്റേഷൻ, ലിവർപൂൾ സ്ട്രീറ്റ് സ്റ്റേഷൻ എന്നീ സ്റ്റേഷനുകളെ പറ്റിയും കൂടെ പറയുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇവിടെ ലിവർപൂൾ സ്റ്റേഷൻ്റെ അകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യായിരുന്നു. ട്രെയിനൊക്കെ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2 പോലീസുകാർ എന്നെ പുറകിൽ നിന്ന് വിളിച്ചത്. പുറകിൽ നിന്ന് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തെങ്കിലും കൊനിഷ്ടായിരിക്കുമെന്ന്. അതിലൊരാൾ ചോദിച്ചു, എന്തിനാ സ്റ്റേഷൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൽ പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോസ് എടുക്കുന്നതാണ് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ എന്നാൽ കുഴപ്പമില്ല, പക്ഷേ സ്റ്റേഷൻ്റെ അകത്തുള്ള CCTV ക്യാമറകളൊന്നും ഷൂട്ട് ചെയ്യരുത്, പിന്നെ ക്യാമറയുടെ നേരെ ഫ്ലാഷ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനെല്ലാം സെറ്റ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിച്ച് യാത്ര തുടർന്നു. അവരെന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷെ ഞാനതൊന്നും ഇവിടെ ഇടുന്നില്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം ട്യൂബ് എന്താണെന്ന് പറയാം, എന്നിട്ട് ഓരോരോ സ്റ്റേഷനുകളെ പറ്റിയും പറയാം. ലണ്ടൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെട്രോ റെയിൽ സിസ്റ്റത്തിന്റെ പേരാണ്. ലണ്ടൻ അണ്ടർഗ്രൗണ്ട് എന്ന് വിളിക്കാറുണ്ട് ഇതിനെ. ലണ്ടൻ ട്യൂബാണ് ലോകത്തിലെ ഏറ്റവും പഴയ അണ്ടർഗ്രൗണ്ട് റെയിൽ സിസ്റ്റം. 1863 ഇത് ഓപ്പൺ ചെയ്തത്. നമ്മുടെ നാട്ടിലെ മെട്രോ സിസ്റ്റവും ട്രെയിൻ സിസ്റ്റവും കൂടെ കൂട്ടിക്കലർത്തിയ ഒരു പ്രൊഡക്റ്റ് കിട്ടും, അതാണ് ലണ്ടൻ ട്യൂബ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇതിൽ ട്രെയിൻ എല്ലാം മെട്രോ ട്രെയിൻ പോലത്തെ ട്രെയിൻ ആണെങ്കിലും ഈ ട്രെയിനുകളൊക്കെ ഇടയ്ക്ക് പിടിച്ചിടും. സോ ലണ്ടൻ ട്യൂബിനെ ഒരിക്കലും നമ്പാൻ പറ്റില്ല. ഇടയ്ക്ക് അരമണിക്കൂറൊക്കെ ലേറ്റ് ആയിട്ടായിരിക്കും ട്രെയിൻ വരുന്നത്. ട്രെയിനിൻ്റെ അകത്ത് കയറി നിൽക്കുമ്പോഴും നമുക്കിത് നന്നായിട്ട് ഫീൽ ചെയ്യും. വണ്ടി പോകുന്നുമില്ല എന്നാൽ ഇറങ്ങി പോകാനും പറ്റില്ല എന്ന സിറ്റുവേഷൻ ആയിരിക്കും. മൊത്തം 11 ലൈനാണ് ഇവിടെ ഉള്ളത്. ചില റെയിൽവേ ലൈനുകളിൽ പുതിയ ട്രെയിനുകളാണ് ഓടിക്കുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തുള്ള ട്രെയിനുകൾ. മറ്റ് ചില ലൈനുകൾ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിക്കാഡിലി ലൈൻ പോലുള്ള ലൈനുകളിൽ പഴയ ട്രെയിനുകളാണ് ഓടുന്നത്. പുതിയ ട്രെയിനുകളിൽ നിൽക്കാനുള്ള സ്ഥലം കൂടുതലാണ്, പക്ഷേ സീറ്റൊക്കെ പ്ലാസ്റ്റിക് പോലത്തെ സീറ്റുകളായിരിക്കും. പഴയ ട്രെയിനിൽ നിൽക്കാനുള്ള സ്ഥലം വളരെ കുറവായിരിക്കും, പക്ഷെ സീറ്റൊക്കെ സോഫ പോലെ ഇരിക്കും. ഇനി നമുക്ക് ആദ്യം കണ്ട ലിവർപൂൾ സ്റ്റേഷനെ പറ്റി പറഞ്ഞിട്ട് ബാക്കി സ്റ്റേഷനുകളെ പറ്റി പറയാം. ലിവർപൂൾ സ്റ്റേഷൻ ഒരു ട്യൂബ് സ്റ്റേഷൻ മാത്രമല്ല, അവിടുന്ന് ട്യൂബും കിട്ടും, ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകളും കിട്ടും. ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകൾ ലണ്ടനിൽ മാത്രമല്ല, ലണ്ടനിൽ നിന്ന് മറ്റ് സിറ്റികളിലേക്കും സർവീസ് നടത്തുന്നുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റേഷൻ ആണ് ലിവർപൂൾ സ്ട്രീറ്റ് സ്റ്റേഷൻ. സെൻട്രൽ ലണ്ടനിലാണ് ലിവർപൂൾ സ്ട്രീറ്റ് സ്റ്റേഷൻ വരുന്നത്. ഇവിടെ അടുത്താണ് ഗർക്കിൻ ടവർ ഉള്ളത്. ലിവർപൂൾ സ്ട്രീറ്റ് സ്റ്റേഷൻ ഒരു മേജർ ട്രാൻസ്പോർട്ട് ഹബ്ബായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മറ്റ് ട്രാൻസ്പോർട്ട് ഹബ്ബുകൾ വാട്ടർലൂ, കിങ്സ് ക്രോസ്, വിക്ടോറിയ എന്നീ സ്റ്റേഷനുകളാണ്. ചാറിംഗ് ക്രോസ് സ്റ്റേഷനും ട്യൂബും ട്രെയിനും കിട്ടുന്ന സ്റ്റേഷൻ തന്നെയാണ്. ചാറിംഗ് ക്രോസ് എന്ന സ്ഥലത്തുള്ള സ്റ്റേഷനാണ് ചാറിംഗ് ക്രോസ് സ്റ്റേഷൻ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. ചാറിംഗ് ക്രോസ് എന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പണ്ട് കാലത്ത് ലണ്ടനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ചാറിംഗ് ക്രോസിലേക്കുള്ള ദൂരമായിരുന്നു. മനസ്സിലായില്ല? റോഡ് സൈഡിലൊക്കെ ഓരോ സിറ്റി ഇത്ര കിലോമീറ്റർ ദൂരം എന്നുള്ള ബോർഡുകൾ കാണാറില്ലേ? പണ്ട് കാലത്ത് ലണ്ടൻ ഇനി 50 കിലോമീറ്റർ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ചാറിംഗ് ക്രോസിലേക്ക് 50 കിലോമീറ്റർ ഉണ്ട് എന്നായിരുന്നു. കാരണം ചാറിംഗ് ക്രോസ് ആയിരുന്നു ലണ്ടന്റെ നടുക്കുള്ള സ്ഥലമായിട്ട് കണക്കാക്കിയിരുന്നത്. സോ ഡിസ്റ്റൻസ് എല്ലാം മെഷർ ചെയ്തിരുന്നത് ചാറിംഗ് ക്രോസിലേക്കാണ്. ഇനി വളരെ മൂലയ്ക്കുള്ള ഒരു സ്റ്റേഷൻ കാണാം. വെസ്റ്റ് ലണ്ടനിലുള്ള ഹാമർസ്മിത്ത് സ്റ്റേഷനാണിത്. ഇതിനടുത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്ത സ്റ്റേഷൻ ഇത് തന്നെയാണ്. ഈ സ്റ്റേഷന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. റോഡിന്റെ 2 സൈഡിലായിട്ടാണ് സ്റ്റേഷൻ ഉള്ളത്. അതായത് ഡിസ്ട്രിക്ട് ലൈൻ, പിക്കാഡിലി ലൈൻ എന്നീ ലൈനുകൾ റോഡിന്റെ ഒരു സൈഡിലുള്ള സ്റ്റേഷനിലാണെങ്കിൽ, സർക്കിൾ ലൈൻ, ഹാമർസ്മിത്ത് ആൻഡ് സിറ്റി ലൈൻ എന്നീ ലൈനുകളിൽ ഓടുന്ന ട്രെയിൻ കിട്ടണമെങ്കിൽ റോഡിന്റെ അപ്പുറത്തുള്ള സ്റ്റേഷനിൽ പോകണം. ചുരുക്കി പറഞ്ഞാൽ 2 സെപ്പറേറ്റ് സ്റ്റേഷനുകൾ ഉണ്ട് റോഡിന്റെ 2 സൈഡിലായിട്ട്. രണ്ടിന്റെയും പേര് സെയിം തന്നെയാണ്. ആദ്യം ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു, പിന്നീടാണ് അത് മനസ്സിലായത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.